ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദേ അച്ഛൻ വന്നു. അമ്മേ ദേ അച്ഛൻ വന്നു. വാഴപ്പഴം വാങ്ങിച്ചു. എല്ലാ വാഴയ്ക്കും വാങ്ങിച്ചു. നീ ഇങ്ങനെ വിളിച്ചു പോവാതെ വായം പൊളിച്ചെല്ലാം ഇങ്ങ് പോരും. അച്ഛ അലു കൊണ്ടുവന്നോ? ഓ എന്നാ നിങ്ങൾ ഇങ്ങനെ സ്വീറ്റ് കൊടുത്തു കൊടുത്ത ചെറുക്കൻ ഇങ്ങനെ വീപ്പക്കുറ്റി പോലെ ആയത്. ചിറ്റപ്പ എനിക്ക് അലുവ. പോടാ മോൻ അകത്തോണ്ട് വെച്ച് തിന്നെ, ഇല്ലേ കൊതി കിട്ടും. അമ്മേ അമ്മേ. മോൻ എന്താ വേണ്ടേ? കഞ്ഞിയോ ചോറോ? എനിക്ക് അലുവ മതി. അലുവേ? ഇപ്പൊ എവിടുന്ന് കിട്ടി ഈ പൂതി? അപ്പത്തെ ചിറ്റമ്മ കൊണ്ടുവന്നല്ലോ, ചോദിച്ചപ്പോ പോടാന്ന് പറഞ്ഞു. എനിക്ക് അലുവ വേണം. സേതു, നീ ഇത് കണ്ടോ? ഏത് കുട്ടികളെ അതും കാണിച്ച് വെറുതെ കൊതിപ്പിക്കുക. എനിക്ക് അലുവ വേണം. ഒന്നിൽ ഇതൊന്നും മേടിച്ചോണ്ട് വരാതിരിക്കുക, അല്ലെങ്കിൽ ഇവർക്കൂടെ കുറച്ച് കൊടുക്കുക. കുട്ടികളല്ലേ, ഞാൻ ഈ രാത്രി എവിടെ പോയി അലുവ ഉണ്ടാക്കാനാ? എനിക്ക് അലുവ വേണം. മോനെ ചെറിയ അലുവ പോലത്തെ ഒരു സാധനം തന്നാ മതിയോ? അടുക്കളയെ കൊണ്ടുപോയി ചേച്ചി ഇവന്റെ വായി കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. സേതു, നിനക്ക് നിന്റെ ചേട്ടന്റെ കുട്ടികളെ ഇഷ്ടമല്ലാണ്ടായി? എന്റെ പൊന്നു ചേച്ചി, ഞാൻ ചെറിയൊരു കോമഡി പറഞ്ഞു. അതെ ഇവിടെ നോക്കിയാ ശരിയാവില്ല. ഞാൻ അപ്പുറത്തോട്ടെങ്ങാനും പോവാ. അപ്പൂപ്പ അലുവ. അപ്പൂപ്പ കഞ്ഞി കുടിക്കാൻ സമയം. എന്താടി ഇവിടെ വെട്ടോ വെളിച്ചൊന്നുമില്ലേ? എല്ലാവരും ചത്ത. തണ്ണിവണ്ടി എത്തിയോ? തണ്ണിവണ്ടി നിന്റെ തന്ത. എന്റെ പിള്ളേരെ എവിടെ ഉറങ്ങിയ? വയറ് നിറച്ച അലുവ കഴിച്ച ക്ഷീണം കൊണ്ടേ കുട്ടികൾ ഉറങ്ങിപ്പോയി. നീ എന്താടി അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കണേ? നീയും കണ്ടുപിടിച്ചിട്ടുണ്ട? അവിടെ എവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ. എങ്ങനെ പറയാതിരിക്കും? കുട്ടികൾ ഒരു രക്ഷണം അലുവ ചോദിച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്തു പറഞ്ഞു? ചെന്ന് ചോദിച്ചു നോക്ക്. നിന്നെ കയ്യില് കുറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ടേ ഭർത്താവായാള് ഇവനിവിടെ എന്താ കാര്യം? പെങ്ങളെ കെട്ടിയിട്ടുണ്ടെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുക. അലുവും ലഡുവൊക്കെ കള്ള മുമ്പിൽ വെച്ചിട്ടല്ലേ തിന്നേണ്ടത്. ഞാൻ പോവാണ്, നീ വിട്ട്. കൊല്ലും ഞാൻ പെര അടക്കം ചെയ്തേക്കും ഞാൻ. പന്നി അളിയാ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല, ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല, അളിയൻ ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിൽ